നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ അശോക് നാരായൺ. ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് പല ചാനലുകളിലും മനുഷ്യന്റെ തലച്ചോറ് ഹാക്ക് ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ആ വിധത്തിൽ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരവധി പേരുടെ ഇന്റർവ്യൂകള്, അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം പേരുടെ അഭിപ്രായ പ്രകടനങ്ങള് ഇവയെല്ലാം കാണുകയുണ്ടായി. സാധാരണഗതിയിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒന്നും പറയേണ്ടതില്ല എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അത് പറയാതെ പോകുന്നത് ശരിയല്ല. കാരണം ഒരുപക്ഷെ പലരും മിസ്ഗൈഡ് ചെയ്യപ്പെട്ടു പോകാനുള്ള ധാരാളം സാധ്യതകൾ അവിടെ കാണുന്നുണ്ട്. മനുഷ്യര് പലപ്പോഴും അമാനുഷികമായിട്ടുള്ള അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അത് കാണാനും കേൾക്കാനും അറിയാനും അതുപോലെ തന്നെ വിശ്വസിക്കാനുമൊക്കെ താല്പര്യം ഉള്ളവരുമാണ് ഭൂരിഭാഗം പേരും. അപ്പോ വികലമായിട്ടുള്ള പല ചിന്തകളിലേക്കും വ്യക്തികളെ നയിക്കാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, ചില മാനസിക അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികള് അത് വാസ്തവത്തിൽ അവരുടെ അസ്വസ്ഥതയാണ്, മനസ്സിന്റെ അസുഖമാണ്, മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗമാണ് എന്ന് മനസ്സിലാക്കാതെ ഈ വിധത്തില് തങ്ങളുടെ തലച്ചോറിനെ, തങ്ങളുടെ ചിന്തകളെ മറ്റാരൊക്കെയോ സ്വാധീനിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഒക്കെ കരുതി ചികിത്സകളിൽ നിന്നൊക്കെ നിൽക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഒന്ന് പറഞ്ഞു പോകാം എന്ന് കരുതിയത്. പക്ഷേ മറ്റൊരു കാര്യം കൂടി തുടക്കത്തിലേ പറയാം. ഇതങ്ങനെ വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു വിഷയമല്ല. കാരണം ഇതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില തലങ്ങളുണ്ട് എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഒന്ന് പരാമർശിക്കാൻ, അതുപോലെ ചില കാര്യങ്ങൾ കുറച്ച് ആഴത്തിൽ പറഞ്ഞു പോകേണ്ടതും ഉദാഹരണ സഹിതം പറയേണ്ടതും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോ ഒരുപക്ഷെ കുറച്ച് ദൈർഘ്യം കൂടിപ്പോയേക്കാം. എത്രത്തോളം പോകുമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്ത് തന്നെയായാലും ഒരല്പം ദൈർഘ്യം കൂടിപ്പോയേക്കാം. പക്ഷേ ഞാൻ ഇവിടെയും ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഗുണകരമാകും. സ്വന്തം അറിവിനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളൊരു അധ്യാപകനോ അധ്യാപികയോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകനോ സാമൂഹ്യ പ്രവർത്തകയോ ഒക്കെ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അതാത് മേഖലകളിൽ വളരെ ഭംഗിയായിട്ട് ഉപകരിക്കാൻ, വ്യക്തികളെ ബോധവൽക്കരിക്കാൻ, സ്വയം ഈ വിഷയത്തിൽ അവബോധം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ഈ അറിവുകൾ നിങ്ങളെ സഹായിക്കുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി ഒന്ന് കാണുക. അപ്പോ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം. അതായത് നേരത്തെ കണ്ടിരിക്കുന്ന ഇന്റർവ്യൂകളിൽ, ഞാൻ ഈ മീഡിയാസിൽ കാണാൻ ഇടയായിട്ടുള്ള ഇന്റർവ്യൂകളിൽ പലരും പറഞ്ഞിരിക്കുന്നത് അവരുടെ ചിന്തകളെ മറ്റാരൊക്കെയോ എവിടെ നിന്നൊക്കെയോ അറിയുന്നു, അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ട് നിയന്ത്രിക്കുന്നു. അവര് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അതാത് സമയത്ത് തന്നെ TV ന്യൂസുകളിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിപാടികളിലൂടെയോ അല്ലെങ്കിൽ റേഡിയോയിലൂടെയോ ഒക്കെ പ്രക്ഷേപണം ചെയ്തു പോലും അവർ കേൾക്കാൻ ഇടയാകുന്നുവെന്ന്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട, അതായത് അവരുടെ ചിന്തകളുമായിട്ട് അതാത് ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത് നിൽക്കുന്ന മറ്റ് വ്യക്തികൾ അവരുടെ സംഭാഷണങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നു, അവരുടെ ചില പെരുമാറ്റങ്ങളിലൂടെ അത് പ്രകടിപ്പിക്കുന്നു. ഇതെല്ലാം പറഞ്ഞു കേൾക്കാൻ ഇടയായിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ പറയാം, ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു മാനസിക അസ്വസ്ഥതയുടെ അല്ലെങ്കിൽ അവസ്ഥയുടെ ഒരു ലക്ഷണമാണ്. അതിന് പൊതുവായിട്ട് സ്കിസോഫ്രീനിയ എന്നുള്ള പേര് ആണ് ഉപയോഗിച്ച് കാണുന്നത്. സ്കിസോഫ്രീനിയയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഈ പറഞ്ഞവയൊക്കെ തന്നെയാണ്. അതായത് നമ്മുടെ ചിന്തകള് മറ്റുള്ള വ്യക്തികൾക്ക് അറിയാൻ സാധിക്കുന്നു, നമ്മുടെ മനസ്സിനെ മറ്റുള്ള വ്യക്തികൾക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്നു, അതുപോലെ തന്നെ മറ്റ് വ്യക്തികളുടെ ചിന്തകൾക്കോ മറ്റു വ്യക്തികളുടെ തീരുമാനങ്ങൾക്കോ ഒക്കെ അനുസരിച്ച് സ്വയം പ്രവർത്തിക്കേണ്ടതായിട്ട് വരുന്നു. അതുപോലെ സ്വന്തം ഉള്ളിലിരുന്ന് മറ്റാരോ നിർദ്ദേശങ്ങൾ തരുന്നു എന്ന് പറഞ്ഞാൽ പല സാഹചര്യങ്ങളിലും വളരെ അപകടകരമായ വിധത്തിൽ അത് ഈ വ്യക്തിയെ കൊണ്ടുചെന്ന് എത്തിച്ചേക്കാം. ചിലപ്പോൾ ചില വ്യക്തികളോട് ജീവിതം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന മറ്റൊരു വ്യക്തിയെ പോയി തല്ലാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ നശിപ്പിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില അവസ്ഥകൾ പലർക്കും ഉണ്ടാകുന്നതായിട്ട് അവർ പറയാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, രോഗത്തിന്റെ ലക്ഷണമാണ് എന്ന്. അതുപോലെ തന്നെ വിദൂരങ്ങളിൽ ഇരുന്നു കൊണ്ട് തങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇവർ കരുതുന്നത് തങ്ങളെ ഏതോ ഒരു റാക്കറ്റിന്റെ ഒരു ഒരു വളരെ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ നിഗൂഢമായിട്ടുള്ള ഒരു റാക്കറ്റിലെ അംഗങ്ങളാണ് നിയന്ത്രിക്കുന്നത് എന്നും, അതുകൊണ്ട് അവരുടെ ചില ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന മാധ്യമങ്ങളാണ് തങ്ങളെന്നും ഒക്കെ, അതുകൊണ്ടാണ് അവര് തങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള വിധത്തിലൊക്കെയാണ് പലരും ധരിച്ചിരിക്കുന്നത്. ഞാൻ കുറെ മുൻപ്
കേട്ട ഒരു കേസ് ഓർമ്മ വരികയാണ്. അതൊരു ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ്. അവൻ മനസ്സിൽ ധരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവന്റെ രോഗാവസ്ഥയിൽ അവൻ ധരിച്ചിരിക്കുന്നത് അവൻ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ വക്താവാണ്. ആ വക്താവായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു കമ്പനിയെ എതിർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇവരിവനെ നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു വാഹനത്തിന്റെ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ടാണ് അവൻ പറയുന്നത്. അപ്പൊ നിർഭാഗ്യകരമായിട്ടുള്ള, ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ, ആ ഒരു പ്രത്യേക ബ്രാൻഡ് വാഹനത്തിൽ, ബൈക്കാണ് കേട്ടോ, അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല, ഏത് ബ്രാൻഡാണെന്ന് ഞാനിപ്പോ പറയുന്നില്ല, അത് വിഷയവുമല്ല. ആ ഒരു പ്രത്യേക വാഹനത്തിൽ, പ്രത്യേക കമ്പനിയുടെ വാഹനത്തിൽ ആരെങ്കിലും ഇവന്റെ അടുത്ത് യാദർശികമായിട്ട് വന്ന് നിന്നാൽ പോലും ഇവൻ പോയിട്ട് അവരെ അടിക്കും. അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ അവന്റെ കുടുംബത്തിനും അവനും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവനെ അടിക്കും. കാരണം അവന്റെ ധാരണ അനുസരിച്ച് ഇത് ഇവന്റെ എനിമീസ് ആണ്. അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവരെന്റെ എനിമീസ് ആണ്, അവരെ ഇല്ലാതാക്കുകയാണ് എന്റെ ലക്ഷ്യം തന്നെ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അതുപോലെ ചില വ്യക്തികൾ പറയും ഏലിയൻസ് ആണ് എന്നെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഓഡിറ്ററി ഹലൂസിനേഷൻ, വിഷ്വൽ ഹലൂസിനേഷൻ, ഇതൊക്കെ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട്. അതായത് സാധാരണ മറ്റാർക്കും കാണാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ കാണുന്നു എന്ന് പറയുക. ചിലപ്പോൾ മരിച്ച വ്യക്തികളെ ആയിരിക്കും അവർ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അതുപോലെ ചിലപ്പോൾ ആ സമയത്ത് അവിടെ ഇല്ലാത്ത, ഇവൻ വിദേശങ്ങളിൽ പോലും ആയിരിക്കുന്ന വ്യക്തികളെ ഇപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു, എന്നോടൊപ്പം ചായ കഴിച്ചു, എന്നോടൊപ്പം ഭക്ഷണം കഴിച്ചു എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ചില ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. ചില അസാധാരണമായിട്ടുള്ള ശബ്ദങ്ങളാകാം, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയവരുടെ ശബ്ദങ്ങളാകാം, അല്ലെങ്കിൽ വിദൂരങ്ങളിലുള്ളവരുടെ ശബ്ദങ്ങളാകാം, അല്ലെങ്കിൽ അവർക്ക് യാതൊരു പരിചയമില്ലാത്ത ചില വ്യക്തികളുടെ ശബ്ദങ്ങൾ ചില നിർദ്ദേശ രൂപങ്ങളിലൊക്കെ കേൾക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഈ സിംറ്റംസ് ഒക്കെ തന്നെയാണ് വാസ്തവത്തിൽ ഈ രോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോ ആദ്യം തന്നെ പറയാം, ഈ ലക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികള് ശരിയായിട്ടുള്ള ഒരു ചികിത്സയെ തേടുകയാണ് ആദ്യം വേണ്ടത്. ഞാൻ ആദ്യം അവഹേളിക്കാനോ കളിയാക്കാനോ ഒന്നുമല്ല കേട്ടോ, അങ്ങനെ ഒന്നും കരുതണ്ട. ഒരു ഒരു അവബോധത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു രോഗാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനൊരു ചികിത്സ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സമീപനം വേണ്ടതുണ്ട് എന്ന് പലപ്പോഴും നിർഭാഗ്യവശാൽ അവർ മനസ്സിലാക്കുന്നില്ല. അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ, നമുക്കറിയാം, നമുക്ക് സാധാരണ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു ടെൻഷൻ, മാനസിക അസ്വസ്ഥതയൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടായാൽ, അല്ലെങ്കിൽ നമുക്കൊരു ഉറക്കമില്ലായ്മ ഉണ്ടായാൽ, ഒരു അസാധാരണമായിട്ടുള്ള ഭയം ഉണ്ടായാൽ നമുക്കറിയാം അതെന്നെ എന്നിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്, ഇതിന് ചികിത്സ വേണ്ടതാണ് എന്ന് പലപ്പോഴും പലരും മനസ്സിലാക്കാറുണ്ട്, തിരിച്ചറിയാറുണ്ട്, അവര് ചികിത്സ തേടാറുണ്ട്, അല്ലെ? പക്ഷേ ഇവിടെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് അതുപോലും അവരിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ആ സമയത്ത് ഉണ്ടാവുന്നത്. അതായത് ഇതൊരു രോഗാവസ്ഥയാണ്, ഇതിന് ശരിക്കും ചികിത്സ വേണ്ടതുണ്ട്, ഇതിന് പരിഗണന കൊടുക്കേണ്ടതുണ്ട്, ഇതുപോലും, ഈ ഒരു യാഥാർത്ഥ്യം പോലും അവർക്ക് ആ സമയത്ത് ഉണ്ടാവില്ല. അതിനും അപ്പുറത്തുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ പോയിട്ടുണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ, അല്ലെങ്കിൽ ഒരുപക്ഷെ നിർഭാഗ്യവശാൽ സ്വയം തന്നെയോ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രൊഫഷണലിനെ സമീപിക്കേണ്ടതുണ്ട്. അതൊരു പ്രാഥമികമായിട്ടൊരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കേണ്ടതുണ്ട്. ചില സാഹചര്യങ്ങളിൽ അവരെ സൈക്യാട്രിസ്റ്റിനെ റെഫർ ചെയ്തേക്കാം, ചിലപ്പോൾ മരുന്നുകൾ കഴിക്കേണ്ടി വന്നേക്കാം. പക്ഷെ എന്ത് തന്നെയായാലും കൃത്യമായിട്ടുള്ള ചികിത്സാ മാർഗങ്ങളിലൂടെ തീർച്ചയായിട്ടും ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നതേയുള്ളൂ. അല്ലെങ്കിൽ ലഘൂകരിക്കാനോ ഒക്കെ ഒന്ന് ഒന്ന് കൃത്യമായിട്ടൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് പോകാനോ ഒക്കെ തീർച്ചയായിട്ടും സാധിക്കും. ഉം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ അത് ചെയ്ത് നോക്കാം. നമുക്ക് വേണമെങ്കിൽ, ഞാനത് പറയാൻ കാരണം, പലരും അത് സമ്മതിക്കില്ല, ഇതൊരു അസ്വസ്ഥതയാണ് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾക്കത് ചെയ്തു നോക്കാം. പക്ഷെ ഇവിടെയും വളരെ രസകരമായിട്ട് തോന്നിയിരിക്കുന്നത്, ചിലപ്പോ ഡോക്ടർ പറയും നിങ്ങളൊരു 2 വീക്സ് മരുന്ന് കഴിക്കൂ, അല്ലെങ്കിൽ 30 ഡേയ്സ് മരുന്ന് കഴിക്കൂ എന്നെല്ലാം പറഞ്ഞ് അവർ സമ്മതിച്ച് മരുന്ന് കഴിക്കുകയും ചെയ്യും. ഈ സിംറ്റംസ് ഒക്കെ കുറയുകയോ ലഘൂകരിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുകയും ചെയ്യും. പക്ഷെ ഫോളോ അപ്പിനൊക്കെ പോകുന്ന സമയത്ത് അവര് അംഗീകരിക്കാൻ തയ്യാറാവില്ല. ഈ മരുന്ന് കഴിച്ചത് കൊണ്ടാണ് ഇതിൽ കുറവ് വന്നതെന്ന് മെജോറിറ്റിയും അംഗീകരിക്കാൻ തയ്യാറാവില്ല പല ഘട്ടങ്ങളിലും. കാരണം അപ്പോഴും അവർ പറയുന്നത്, ഇപ്പോ ഡോക്ടർ ഇത് എന്നെ തിരിച്ചറിഞ്ഞത് കൊണ്ട് അവർ കുറച്ചു കാലത്തേക്ക് മിണ്ടാതിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ ആ മെഷീൻ ഇപ്പൊ തൽക്കാലം ഓഫ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ വന്ന മറ്റേതെങ്കിലും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് തൽക്കാലം എന്നിലേക്ക് സിഗ്നൽ അവർക്ക് അയക്കാൻ പറ്റാത്തതാണ്, അല്ലെങ്കിൽ പുതിയ ഒരാളിലേക്ക് തൽക്കാലം അവര് പോയിരിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള
ചില വാദങ്ങളൊക്കെ നിരത്താറുണ്ട്. അതെല്ലാം സ്വാഭാവികമാണ്. അതെല്ലാം അതിന്റെ സിംറ്റംസ് തന്നെയാണ്. ഓക്കെ. ഇത് ഞാനിപ്പോ പറയാൻ കാരണം ഈ വിധത്തില് സമാനമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയിരിക്കുന്ന വ്യക്തികളാണ് പലരും അഭിമുഖങ്ങൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അവസ്ഥകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മറ്റു വ്യക്തികള് ഈ അഭിമുഖങ്ങൾ കാണാനിടയായാൽ അവര് അത് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടായിട്ട് ഒരുപക്ഷെ എടുത്തേക്കാം. അതുകൊണ്ട് തന്നെ ചികിത്സ തേടാനോ അല്ലെങ്കിൽ ഇപ്പൊ ചികിത്സയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ അവർ നിർത്തിക്കളയാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈവൻ ഏതെങ്കിലും ഒരു സിനിമ കണ്ടാൽ, സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സിനിമ കണ്ടാൽ പോലും അവരതിനോട് താതാത്മ്യം പ്രാപിക്കും. അത് ആ സിനിമയിൽ പറഞ്ഞിരിക്കുന്നു, അപ്പൊ ഇതൊക്കെ ശരിക്കും ഉള്ളതാണ്. ഇത് ഉള്ളതാണെന്ന് പറഞ്ഞാൽ മറ്റ് അന്യഗ്രഹ ജീവികൾ, ഏലിയൻസ് ഒക്കെ എന്നിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ഇരയായിട്ട് ഞാൻ മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മരുന്നുകൾക്കൊന്നും എന്നെ രക്ഷപ്പെടുത്താൻ മാർഗമില്ല തുടങ്ങിയ കാര്യങ്ങൾ. പലരും ധരിച്ചിരിക്കുന്നത് അവരുടെ തലച്ചോറിനുള്ളിൽ ചിപ്പുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. ആ ചിപ്പുകളിലൂടെയാണ് മറ്റുള്ളവരെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോ മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ ഈ ചിന്തകൾക്ക് അല്ലെങ്കിൽ ഈ അഭിപ്രായങ്ങളിലെ വ്യത്യാസങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ട്. ചിലപ്പോ ഒരു 10 വർഷമോ 15 വർഷമോ മുൻപ്, 10 വർഷം മുൻപൊക്കെ എടുത്താൽ മതി. ആ കാലഘട്ടങ്ങളിൽ ഇതിലൂടെ കടന്നുപോയിരിക്കുന്ന വ്യക്തികൾ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്നത് ടെലിപ്പതിയിലൂടെ ടെലിപ്പതിയിലൂടെയാണ് അവർക്ക് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇപ്പൊ കുറച്ചു കാലത്തിന് ഇപ്പുറമാണ് ചിപ്പ് തുടങ്ങിയ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിപ്പ്, അതുപോലെ സിഗ്നൽസ് തുടങ്ങിയ വാക്കുകളിലൂടെയൊക്കെ അവര് ഈ കാര്യത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കാലഘട്ടത്തിന് ആനുപാതികമായിട്ടുള്ള അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്ന സാങ്കേതിക വിദ്യകൾക്ക് ആനുപാതികമായിട്ടുള്ള ഒരു മാറ്റം എന്ന് വേണം നമ്മൾ കരുതാൻ. പിന്നെ മറ്റൊന്ന്, പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങള്, മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ ടി-വിയിൽ കാണിക്കുന്നു, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ആളുകൾ അത് അപ്പൊ തന്നെ പറഞ്ഞു കേൾക്കുന്നു, ഉച്ചത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങള് എന്റെ അയൽക്കാര് അപ്പൊ തന്നെ പറയുന്നു തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ റേഡിയോയിൽ വാർത്തയായിട്ട് കേൾക്കുന്നു തുടങ്ങിയ അനുഭവങ്ങൾ. വാസ്തവത്തിൽ ഇതെല്ലാം ഹലൂസിനേഷൻസിന്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഇതിന് മറ്റൊരു വശം എനിക്ക് തോന്നുന്നത്, ഇത് ഒരു നിരീക്ഷണമായിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. എനിക്ക് തോന്നുന്നത്, നമ്മൾ ഈ ദേജാവു എന്ന് കേട്ടിട്ടില്ലേ? ദേജാവു എന്ന് പറഞ്ഞാൽ സിംപിളി നമ്മൾ ഒരു സ്ഥലം, ഒരു വ്യക്തി, ഒരു സാഹചര്യം ഒക്കെ കാണുമ്പോ, കേൾക്കുമ്പോ, അറിയുമ്പോ ഇതിന് മുൻപ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ തോന്നാറില്ല. അല്ലെങ്കിൽ പുതിയ ഒരാളെ നമ്മൾ കാണുമ്പോൾ വാസ്തവത്തിൽ അദ്ദേഹത്തെ ഒരിക്കലും നമ്മൾ കണ്ടിട്ടുണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരാളായിരിക്കും. പക്ഷെ നമ്മൾ പറയാറില്ലേ, നല്ല മുഖപരിചയം തോന്നുന്നുണ്ടോ? ചിലപ്പോൾ എവിടെയെങ്കിലും മുഖപരിചയം തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു വാർത്ത കാണുമ്പോൾ, വാർത്ത കേൾക്കുമ്പോൾ, അയ്യോ ഇത് തന്നെയല്ലേ ഞാൻ മുമ്പ് എന്റെ മനസ്സിലൂടെ കടന്നു പോയെന്നൊക്കെ തോന്നാറില്ലേ? അപ്പോ അതിനൊക്കെ ഒരുപാട് കാരണങ്ങൾ അതും പറയുന്നു. പക്ഷേ പൊതുവായിട്ടുള്ള ഒരു കാര്യം, കാരണം ദേജാവു എന്ന് പറയാൻ, ദേജാവു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനില് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നടക്കുന്ന, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ക്രോഡീകരിക്കാൻ വേണ്ടി നടക്കുന്ന ചില പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകളാണ്. കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന ചില താൽക്കാലികമായിട്ടുള്ള എററുകളാണ്. താൽക്കാലികമായിട്ടുള്ള, അത് നീണ്ടു നിൽക്കുന്നില്ല. ചിലപ്പോ ഒരു 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 സെക്കൻഡ് ഒക്കെ നീണ്ടു നിൽക്കുള്ളൂ. പക്ഷെ അതിനിടയിൽ തന്നെ ഈ ധാരണ നമ്മൾക്ക് ഉണ്ടായി കഴിഞ്ഞിരിക്കും. അതായത് ഞാൻ ഇപ്പൊ കാണുന്ന ഒരു വ്യക്തി പോലും, അല്ലെങ്കിൽ ഇപ്പൊ കേൾക്കുന്ന ഒരു കാര്യം പോലും എന്നിലൊരു തോന്നൽ ഉണ്ടാവുകയാണ്. ഈ ബ്രെയിനിനുള്ളിലുള്ള കമ്മ്യൂണിക്കേഷൻ എററുകൾ കൊണ്ട് എനിക്ക് തോന്നുകയാണ് ഇത് മുൻപ് എപ്പോഴോ കേട്ടിട്ടുണ്ടല്ലോ എന്ന്. അല്ലെ, അത് താൽക്കാലികം മാത്രമായതുകൊണ്ട് അതാത് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമൊന്നുമില്ല. വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട ചില അനുഭവങ്ങളായിട്ട് അത് അവിടെ നിൽക്കും. അതും ചിലര് സിദ്ധികളായിട്ടൊക്കെ പറയാറുണ്ട്. അത് വേറെ കാര്യം, അതിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. അപ്പോ ഈ ദേജാവു എന്നുള്ള വിഷയത്തില് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. പക്ഷേ ഈ അവസ്ഥയിലൂടെ, അല്ലെങ്കിൽ ഈ അസ്വസ്ഥതയിലൂടെ, സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് ഏറെക്കുറെ എല്ലാ സമയവും ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവർ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അവര് ഒരു കാര്യം കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഈ ഒരു സംഗതി അവരിൽ വർക്ക് ചെയ്യും, ഈ ഒരു സംഗതി അവരിൽ സംഭവിക്കുകയും, ഇത് എന്റെ ചിന്തയാണ് അവർ പറഞ്ഞിരിക്കുന്നത്, അല്ലെ, അല്ലെങ്കിൽ എന്റെ മനസ്സിലൂടെ കടന്നുപോയ ഒരു കാര്യമാണ് ഇപ്പൊ അവർ മനസ്സിലാക്കിയിരിക്കുന്നത്, ആ റേഡിയോയിൽ കേൾക്കുന്നത്, ടി-വിയിൽ പറയുന്നത്, അയൽക്കാരൻ പറയുന്നത്, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ മൊബൈലിലൂടെ സംസാരിക്കുന്നത് എന്റെ കാര്യമാണ് എന്ന് തോന്നുന്നത്. വാസ്തവത്തിൽ നേരെ തിരിച്ചാണ്. അതായത് മൊബൈലിലൂടെ അദ്ദേഹം പറയുന്നത് ഇവർ കേൾക്കുന്നു, കേട്ട് കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചൊരു ചിന്ത പോകുന്നത്, അയ്യോ ഇത് എന്റെ ചിന്തയാണല്ലോ എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതല്ലാതെ വാസ്തവത്തിൽ നിങ്ങളുടെ ചിന്തകളല്ല അവർ ഡീകോഡ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ചിലർ ഡിജിറ്റൽ പ്രൂഫുകൾ കാണിക്കും. ഡിജിറ്റൽ പ്രൂഫുകൾ കാണിക്കുക എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ എവിടെയാണ് നിൽക്കുന്നത്,
ചിലപ്പോ നിങ്ങൾ നിൽക്കുന്നത് എറണാകുളം ജംഗ്ഷനിലായിരിക്കും അല്ലെ. ചിലപ്പോ അന്നേരം മൊബൈലിൽ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരും, എറണാകുളം ജംഗ്ഷനിൽ നല്ല ട്രാഫിക് ബ്ലോക്ക്. നിങ്ങൾ നോക്കുമ്പോൾ ശരിയാണ്, നിങ്ങളുടെ മുന്നിൽ നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. എറണാകുളം ജംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് ആ വിധത്തിൽ എടുത്താൽ മതി കേട്ടോ. എനിവേ, നിങ്ങളുടെ മുന്നിൽ നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. അപ്പോ ഉടനെ ഇദ്ദേഹം വിചാരിക്കും എന്റെ മൊബൈലിൽ മെസ്സേജ് വന്നു, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ട്രാഫിക് ബ്ലോക്ക് ആണ് എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? വാസ്തവത്തിൽ എങ്ങനെയാണ് മെസ്സേജ് വന്നത്, ടെക്നോളജിയെ കുറിച്ച് ഒരു സാമാന്യ ധാരണയെങ്കിലും ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കൃത്യമായിട്ട് അറിയാം. നമ്മുടെ മൊബൈല് GPS ആക്റ്റീവ് ആയിരിക്കും പലപ്പോഴും, അല്ലെങ്കിൽ നെറ്റ്വർക്കിലൂടെ ആണെങ്കിൽ പോലും നിങ്ങൾ നിൽക്കുന്ന സ്ഥലം, നിങ്ങളുടെ ലൊക്കേഷൻ കിട്ടും. അതിൽ നിന്നാണ് ആ ഗൂഗിള് നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ തരുന്നത്. ഞാനൊക്കെ വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് ഗൂഗിളിൽ നിന്ന് കുറേ നോട്ടിഫിക്കേഷൻസ് വരും. ആ റെസ്റ്റോറന്റ്, അവിടുത്തെ എന്താണ് റേറ്റിംഗ്, ആ റെസ്റ്റോറന്റിൽ പോയിട്ട് നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു, ആ സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ അനുഭവം എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. ആദ്യകാലങ്ങളിൽ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ ഇതുപോലെ വണ്ടർ അടിച്ചിരുന്നു. ഞാൻ ആ റെസ്റ്റോറന്റിൽ പോയത് എങ്ങനെ അറിഞ്ഞു, ഞാൻ ആ സ്ഥലത്ത് പോയത് എങ്ങനെ അറിഞ്ഞു, ഞാൻ ആ സ്ഥലത്ത് കൂടി യാത്ര ചെയ്തത് എങ്ങനെയാണ് ഗൂഗിൾ അറിഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ വളരെ കൃത്യമായിട്ട് തന്നെ ഇപ്പൊ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും, എങ്ങനെയാണ് നമ്മുടെ ഈ വിധത്തിലുള്ള ഡേറ്റകൾ ഗൂഗിളിന് കിട്ടുന്നത് എന്നുള്ളത്. വളരെ സിമ്പിളി ചില ആളുകൾ പറയാറുണ്ട്, നമ്മൾ ചിന്തിക്കുന്നതനുസരിച്ച് ഇപ്പൊ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പോലും ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മുടെ മൊബൈലിലൂടെ. പിന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട്, ആഡുകളായിട്ട് വരുന്ന, ഞാനിപ്പോ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ചിലപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് അതിന്റെ ആഡ് ഇങ്ങനെ വരുന്നത് കാണാം. അവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഒന്ന്, ഒരു പക്ഷേ എന്റെ മനസ്സിലൊരു ചിന്ത വന്ന സമയത്ത് ഞാനൊരു ഗൂഗിൾ സെർച്ച് കൊടുത്തിട്ടുണ്ടാവും ആ പ്രോഡക്റ്റിനെ കുറിച്ച്, അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ സെർച്ച് ഹിസ്റ്ററി ഡിറ്റക്ട് ചെയ്തിട്ട് അതിന്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവർ അയച്ചു തരുന്നതാണ്. ഇനി സെർച്ച് കൊടുത്തില്ലെങ്കിൽ പോലും പലപ്പോഴും നമ്മളുടെ സംഭാഷണങ്ങൾ പോലും ഗൂഗിള് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അറിവ്. ഇത് ആധികാരികമായിട്ടുള്ള അറിവല്ല, പറഞ്ഞു കേട്ടിട്ടുള്ളതായിട്ട് മാത്രം എടുത്താൽ മതി. അതായത് പലപ്പോഴും പല ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിൽ പല പെർമിഷനുകളും ചോദിക്കാറുണ്ട്. നിങ്ങളുടെ ഫോൺ ബുക്ക് എടുത്തോട്ടെ, ആക്സസ് ചെയ്തോട്ടെ, നിങ്ങളുടെ ഗാലറി ആക്സസ് ചെയ്തോട്ടെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിന്റെ മൈക്ക് ആക്സസ് ചെയ്തോട്ടെ എന്നുള്ളതെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനും നമ്മുടെ മൊബൈലിന്റെ മൈക്കുമായിട്ട് ഒരു ബന്ധവും വേണ്ടതില്ല. നമുക്കറിയാം, നമുക്ക് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മൈക്ക് പെർമിഷൻ ചോദിക്കുക, നമുക്കറിയാം നമ്മുടെ വോയിസ് നോട്ടുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്നുള്ളത്. പക്ഷേ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആപ്ലിക്കേഷനുകൾക്ക് പോലും പലപ്പോഴും മൈക്കിന്റെ ഒക്കെ പെർമിഷനുകൾ ചോദിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഇതാണ്, നമ്മൾ അതേക്കുറിച്ച് നമ്മുടെ തൊട്ടടുത്ത ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ പോലും ഒരുപക്ഷെ AI അത് കൃത്യമായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടാകാം. ഇദ്ദേഹം ഈ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നു, ആ പ്രോഡക്റ്റിന്റെ പേര് പറഞ്ഞിരിക്കുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു പരസ്യം നമ്മുടെ മൊബൈലിലേക്ക് അവർ അയച്ചു തരുന്നതായിരിക്കും. വിഷയം വിട്ടുപോകുന്നുണ്ടല്ലേ. എനിവേ, അപ്പോ ഈ അയച്ചു തരുന്നത് ഈ പറയുന്ന അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്താ ധരിക്കുക, എന്റെ ചിന്ത ഇതിനെക്കുറിച്ച് പോയി, ഇതിനെക്കുറിച്ച് വന്നപ്പോഴേക്കും അവർ കണ്ടെത്തി, അവരെന്ന് പറഞ്ഞാൽ ഗൂഗിൾ എന്നല്ല അവർ വിചാരിക്കുക, ആരോ റിമോട്ടായിട്ട് എന്നെ നിയന്ത്രിക്കുന്ന ആരോ കണ്ടെത്തി അവര് അപ്പൊ തന്നെ എന്റെ മൊബൈലിലേക്ക് അത് അയച്ചു തന്നു എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം തെറ്റിദ്ധാരണകൾ ഈ വിഷയത്തിലുണ്ട്. അതുപോലെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയുടെ കമന്റുകളൊക്കെ വായിച്ചു നോക്കിയപ്പോ വളരെ വിചിത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാന്ന് കരുതിയിരിക്കുന്നത്. ഒരാള് കുറിച്ചിരിക്കുന്നതാണ്, മെന്റലിസവും ഹിപ്നോട്ടിസവും ഒക്കെ പ്രചാരത്തിലുള്ള ഈ ഒരു കാലത്ത് ഇതൊക്കെ സംഭവ്യം തന്നെയാണ് എന്ന്. ഇവിടെ നോക്കൂ, മെന്റലിസം എന്ന് പറയുന്ന ഒരു കല മാത്രമാണ്. അവിടെ നിങ്ങളുടെ മനസ്സിനെ വായിക്കുന്നു, നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കുന്നു എന്ന് വരുത്തി തീർക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞാനിത് എത്രയോ വീഡിയോകളിലൂടെ, എത്രയോ ഷോകളിലൂടെ ഇതിനു മുൻപ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതല്ലാതെ ഒരിക്കലും നിങ്ങളുടെ മനസ്സിനെ ആരും ഹാക്ക് ചെയ്യുന്നില്ല, നിങ്ങളുടെ ചിന്തകളെ അസാധാരണമായ വിധത്തിൽ ആരും സ്വാധീനിക്കുന്നില്ല, ഒന്നുമില്ല. അതൊരു കലയാണ്, മാജിക്കിന്റെ ഒരു ഹൈടെക് വെർഷൻ. അത് മാത്രമാണ് മെന്റലിസം. അങ്ങനെയാണ് നിങ്ങൾ അവിടെ അത്ഭുതങ്ങൾ കാണുന്നത്. അവിടെ ചിലപ്പോൾ ചില ടെക്നിക്കുകളോ ട്രിക്കുകളോ ഉപയോഗിക്കുന്നുണ്ടാകാം, ചിലപ്പോൾ ചില എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുന്നുണ്ടാകാം, ചിലപ്പോൾ ചില കെമിക്കൽസ് ഉപയോഗിക്കുന്നുണ്ടാകാം. ഇങ്ങനെയൊക്കെ മാത്രമാണ്. അതല്ലാതെ ഒരിക്കലും നിങ്ങളുടെ ബ്രെയിനിനുള്ളിൽ ആരും ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ ആരും പ്രത്യേകിച്ച് ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല. അങ്ങനെയൊക്കെ ചെലുത്തുന്നു എന്നുള്ള ഒരു ധാരണ ഒരു കലാരൂപത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല അവിടെ.
ഇനി ഹിപ്നോസിസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വളരെ ആധികാരികമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഹിപ്നോസിസിലൂടെ നമ്മളൊരു വ്യക്തിയെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ പോലും ആ വ്യക്തിയുടെ, അതായത് വിധേയനാകപ്പെടുന്ന വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള അറിവും സമ്മതവും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണഗതിയിൽ അത് സാധ്യമാകൂ. അല്ലാതെ വിദൂരത്തെവിടെയോ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഹിപ്നോസിസിന് വിധേയമാക്കുക, അത് നമ്മൾ ഫോണിലൂടെയൊക്കെ ചില സാഹചര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് അവരുടെ സഹകരണത്തോടു കൂടി മാത്രം, അല്ലാതെ നമ്മളെ അറിയാത്ത ഒരു വ്യക്തിയെ അങ്ങനെ ഹിപ്നോസിസിന് വിധേയമാക്കുക എന്നുള്ളതൊന്നും സാധാരണഗതിയിൽ സാധ്യമല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെയും ഹിപ്നോസിസിനും മെന്റലിസത്തിനും ഒന്നും ഈ വിധത്തില് ഒരു പ്രാധാന്യവും ഇല്ല. അത് വെറും കെട്ടുകഥകളാണ്. അതിലൂടെയൊക്കെ സ്വാധീനിക്കാം എന്നുള്ള വിധത്തിൽ ഞാൻ എൻ്റെ ട്രെയിനിങ്ങുകളിൽ തന്നെ, ഹിപ്നോസിസിന്റെ ട്രെയിനിങ്ങുകളിൽ തന്നെ പറയുന്ന ഒരു കാര്യം, നമ്മളെ പ്രതിരോധിക്കുന്ന, നമ്മളെ ആക്രമിക്കാൻ വരുന്ന, നമ്മളെ വെല്ലുവിളിക്കുന്ന, നമ്മളെ നിഷേധിക്കുന്ന ഒരു വ്യക്തിയെന്നും സാധാരണഗതിയിൽ ഹിപ്നോസിസിനെ വിധേയമാക്കാൻ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ്. ഇനി മറ്റൊന്ന് കാര്യം, പോകുന്ന വഴിക്കൊന്ന് പറഞ്ഞു പോവുക മാത്രമാണ്. നിങ്ങൾക്ക് ഇനി ഹിപ്നോസിസ് പഠിക്കണം, ആധികാരികമായിട്ട് തന്നെ പരിശീലിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കും. അതിന് വലിയ സങ്കീർണതകളൊന്നുമില്ല. സാമാന്യ ബുദ്ധിയും ബോധവുമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാനും പരിശീലിക്കാനും താല്പര്യമുള്ള വ്യക്തികളെ ഹിപ്നോസിസിന് വിധേയമാക്കാനും എല്ലാം സാധിക്കും. അതേക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ 7736298611 എന്നുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. കേവലം ഒരു ഓൺലൈൻ പരിശീലനത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു ഏകദിന പരിശീലനത്തിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് വളരെ ഗംഭീരമായിട്ട് തന്നെ ഹിപ്നോസിസ് പഠിക്കാം. വീണ്ടും നമ്മൾ വിഷയം വിട്ടു പോകുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് ബ്രെയിൻ ഹാക്കിങ്ങിനെ കുറിച്ചാണ്, അല്ലെ? അപ്പൊ ഇനി ശരിക്കും ഇങ്ങനെ ബ്രെയിൻ ഹാക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നോളജി അറ്റ് പ്രസന്റ് നിലവിലുണ്ടോ? അത് സാധ്യമാണോ എന്നുള്ളതിലേക്ക് പോകാം. ഞാൻ നടത്തിയ നിരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ ചില റെഫറൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ, ആ വിധത്തില് കൃത്യമായിട്ട് ഒരു ചിപ്പ് ഘടിപ്പിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്തകളെ പൂർണ്ണമായിട്ടും സ്വാധീനിക്കാമെന്നുള്ള ഒന്നും ഇപ്പോ നിലവിലില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്ന വ്യക്തികൾ പറയുന്ന ഒന്ന്, അവര് ഈ അനുഭവങ്ങൾ പറഞ്ഞിട്ട് പല വ്യക്തികളെയും, ഉന്നതരായിട്ടുള്ള പല വ്യക്തികളെയും, പല മാധ്യമങ്ങളെയും സമീപിച്ചിട്ടും അവരിത് കൊടുക്കാൻ തയ്യാറായില്ല. അത് കൊടുക്കാൻ അവർ തയ്യാറാകാത്തത് എന്തോ ഒരു വലിയ സംഭവമാണ്, ഇത് കൊടുത്താൽ അവർ കുടുങ്ങും എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവരും ഇതിന്റെയൊക്കെ ഏജന്റുകളാണ്, ഇതിന്റെയൊക്കെ കണ്ണികളാണ് എന്നൊക്കെയാണ് ആരോപണങ്ങൾ. പക്ഷെ അതൊന്നുമല്ല, വാസ്തവത്തിൽ അതൊന്നുമല്ല. കാരണം ഇതിന്റെ യാഥാർത്ഥ്യം അവർക്കറിയാം. ഇതൊരു മാനസിക അവസ്ഥ മാത്രമാണ്. അതിൽ കവിഞ്ഞൊരു പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. ഒരു മാനസികാവസ്ഥയുടെ കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങൾ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം ആ വിധത്തിലുള്ള വ്യക്തികളും മാധ്യമങ്ങളും ഉചിതമായ വിധത്തിലുള്ള നിലപാടുകൾ എടുത്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പക്ഷേ നമുക്കറിയാം, അനുദിനം ശാസ്ത്രം വികസിച്ചു വരികയാണ്. ഇനിയും കുറേ നാൾ കഴിയുമ്പോൾ, കുറേ കാലഘട്ടങ്ങളൊക്കെ കഴിയുമ്പോൾ ഈ വിധത്തിലുള്ള ചിലതെല്ലാം വന്നുകൂടാ എന്നില്ല. പക്ഷെ വിദഗ്ധരായിട്ടുള്ള വ്യക്തികളുടെ അഭിപ്രായത്തിലൂടെ തന്നെ നോക്കുമ്പോൾ അറ്റ് പ്രസന്റ് അങ്ങനെ ഒന്നുമില്ല, നമ്മളെല്ലാവരും സുരക്ഷിതരാണ് എന്ന് തന്നെ വേണം കരുതാൻ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന അനുഭവങ്ങൾ വിവരിച്ചിരിക്കുന്ന വ്യക്തിയിൽ ഒരാൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആളുടെ പേരോ ആ വീഡിയോയെ കുറിച്ചൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷെ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ആ വീഡിയോകൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും വളരെ പരസ്പര വിരുദ്ധമായിട്ടാണുള്ളത്. പരസ്പര വിരുദ്ധമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിടത്ത് ഒരു വ്യക്തി പറയുന്നുണ്ട്, അവരുടെ ബ്രെയിനിൽ ചിപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ വിദൂരങ്ങളിൽ എവിടെയോ ഇരുന്നിട്ടാണ് ഇവരെ മനസ്സിലാക്കുന്നതും, ഇവരുടെ ചിന്തകളെയും തീരുമാനങ്ങളെയൊക്കെ മനസ്സിലാക്കുന്നതും, അതുപോലെ തന്നെ അവർക്ക് നിയന്ത്രിക്കാനും സാധിക്കുന്നുണ്ട്. ഇവരെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒന്ന്. പോയിന്റ് ശ്രദ്ധിച്ചോളൂ. ദ സെയിം ടൈം അങ്ങനെയാണെങ്കിൽ ഈ ഇന്റർവ്യൂ കൊടുക്കാൻ ഇതേ വ്യക്തി തീരുമാനിച്ചതും അവരറിഞ്ഞിട്ടുണ്ടാവില്ലേ? ആ ചിപ്പ് വെച്ച ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനും അവർക്ക് പറ്റില്ലേ? നിങ്ങൾ ഇന്ന് ഇന്റർവ്യൂവിന് പോണ്ട എന്ന് കരുതി ഒരു തീരുമാനം അവരെ കൊണ്ട് തന്നെ എടുപ്പിക്കാനോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും അലോസരങ്ങളോ തടസ്സങ്ങളോ ഒക്കെ സൃഷ്ടിക്കാനും ഒക്കെ അവർക്ക് സാധിക്കില്ലേ? എന്തുകൊണ്ടാണ് അതൊന്നും ചെയ്യാത്തത്? മറ്റൊരു വ്യക്തി ഇതുപോലൊരു അടുത്ത് പറഞ്ഞിരിക്കുന്നത് ദ സെയിം തന്നെയാണ്. വിദൂരങ്ങളിൽ എവിടെയോ ഇരുന്ന്, അതായത് അവർ പറയുന്ന സാറ്റലൈറ്റിലൂടെ പോലും അവർ സ്വാധീനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വിദൂരങ്ങളിൽ എവിടെ ഇരുന്ന് എന്തൊക്കെയോ ഫ്രീക്വൻസികൾ, അൾട്രാ ഹൈ ഫ്രീക്വൻസികൾ ഉപയോഗിച്ചാണ് സ്വാധീനിക്കുന്നത്. ആ വിധത്തിലാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നെല്ലാമാണ്. ദ സെയിം ടൈം ഇപ്പുറത്തൊരിടത്ത് ഇവര് പറയുന്നുണ്ട്,
ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു ഹോട്ടലിലോ മറ്റോ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്ത് ഒരു പയ്യൻ ഒരു മൊബൈലില് ടൈപ്പ് ചെയ്യുന്നു. അതിനനുസരിച്ചിട്ട് എന്നിൽ മാറ്റങ്ങൾ വരുന്നത് ഞാൻ കാണുന്നു. ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് അവൻ അവിടെ നിന്ന് എണീറ്റ് പോയി, എണീറ്റ് മാറി എന്നുള്ളത്. നോക്കൂ, വിദൂരങ്ങളിരുന്ന് അങ്ങനെ സാധിക്കുമെങ്കിൽ എന്തിനാണ് അവരുടെ ഒരു ഒരു പരിധിക്കുള്ളിൽ വന്നിരുന്നിട്ട് അത് ചെയ്യേണ്ട ആവശ്യം? മനസ്സിലായോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഒരു മാനസിക അവസ്ഥയെക്കുറിച്ച്. അതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസിൽ ഒന്ന് തന്നെയാണിത്. ഒരാൾ ഫോണിൽ സംസാരിക്കുമ്പോൾ പോലും ഇവൻ അത് എന്നെ കുറിച്ചാണ്, ഏതോ ഒരു സിനിമയിൽ പറയുന്നില്ല, അത് എന്നെ തന്നെയാണ്, എന്നെ മാത്രമാണ് എന്ന് പറയുന്നില്ലേ? ഏകദേശം അതേ വിധത്തിൽ തന്നെയാണ്. ഇനി മറ്റൊന്ന്, ബ്രെയിനിനെ അങ്ങനെ ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സിംപിളി പറയാൻ, ചില ഫ്രീക്വൻസികൾക്ക് നമ്മളിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ഒരു ഉദാഹരണത്തിന്, ചില ഹൈ ഫ്രീക്വൻസികൾ, നമുക്ക് കേൾക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ചില അൾട്രാ ഹൈ ഫ്രീക്വൻസികൾ ചില ഉപകരണങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ നായ, പൂച്ച തുടങ്ങിയ ജന്തുക്കൾക്ക് വല്ലാത്ത അസ്വസ്ഥത കാണിക്കുന്നത് കാണാം നമുക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ചില ഇലക്ട്രോണിക് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത്. അതുപോലെ ഇടയ്ക്ക് ആരോ പറഞ്ഞു കേട്ടിരുന്നു, എത്രമാത്രം വാസ്തവമുണ്ടെന്നറിയില്ല, ഈ ഇലക്ട്രിക് ബൈക്കുകൾ, ഇലക്ട്രിക് ഓട്ടോറിക്ഷകളൊക്കെ പോകുമ്പോൾ നായകള്, തെരുവ് നായകൾ, അങ്ങനത്തെ നായകൾ വല്ലാതെ ബഹളമുണ്ടാക്കുന്നു, പിന്നാലെ വരുന്നു എന്നുള്ളതൊക്കെ. ഞാനത് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ അതിന്റെ എന്തോ ഇലക്ട്രോണിക് പാർട്ട് പുറത്തേക്ക് വിടുന്ന ഈ പറയുന്ന ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ അൾട്രാ ഹൈ ഫ്രീക്വൻസി ഇവരിലുണ്ടാക്കുന്ന അസ്വസ്ഥതകളുടെ ഭാഗമായിട്ടാകാം. അതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യരുടെ കാര്യവും. ചില പ്രത്യേക വിധത്തിലുള്ള ശബ്ദ തരംഗങ്ങൾ നമുക്കും അസ്വസ്ഥതകൾ ഉണ്ടാക്കും. കുറച്ചു സമയം കേട്ടിരിക്കുന്ന സമയത്ത് ചെവി ഒന്ന് അടച്ചതുപോലെ, അല്ലെങ്കിൽ ഒരു തലവേദന ഒക്കെ ഉണ്ടാക്കും. നിങ്ങൾ ഒരു പക്ഷേ ഹെഡ്സെറ്റിലൂടെയാണ് കേൾക്കുന്നതെങ്കിൽ ഇപ്പൊ ഒരു ഒരു 5 സെക്കൻഡ് ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഒരു ശബ്ദം കേൾപ്പിക്കാം. ആ, ഇപ്പൊ എന്താണ് ഫീൽ ചെയ്തത്? ഒരു പക്ഷേ ഒരു ഒരു വ്യത്യസ്തത നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഇങ്ങനെ ചില ഫ്രീക്വൻസികൾ നമ്മുടെ ബ്രെയിനിലൂടെ കടത്തി വിടുമ്പോൾ, ബ്രെയിനിലൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നേരിട്ട് ഞാൻ ഇഞ്ചക്ട് ചെയ്തതല്ല, ഞാൻ ചിപ്പിലൂടെ ഇഞ്ചക്ട് ചെയ്തതല്ല, മറിച്ച് നിങ്ങളുടെ ചെവിയിലൂടെ കേൾപ്പിച്ചിരിക്കുന്നത് തന്നെയാണ്. അതിന് ചില വ്യതിയാനങ്ങൾ നമ്മളിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതൊരു ഭാഗത്ത് സംഭവിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതിലപ്പുറം നമ്മളെ പൂർണ്ണമായിട്ടും ഇങ്ങനെ വിരൽ തുമ്പിലിട്ട് അമ്മാനമാടാൻ സാധിക്കുമെന്നൊക്കെ പറയുന്നതില് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് സ്വയം ഒന്ന് പഠന വിധേയമാക്കിയാൽ മതി. പഠന വിധേയമൊന്നും ആക്കണ്ട, അവനവന്റെ സാമാന്യ ബുദ്ധിയിൽ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇനി മറ്റൊന്ന്, എന്തിന് എന്നുള്ളത്. അതായത് ഒരു സാധാരണ വ്യക്തിയെ നോക്ക്, എന്നെ ഇപ്പൊ ഒരാൾ സ്വാധീനിക്കണമെങ്കിൽ അദ്ദേഹത്തിന് എന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാകണം, അല്ലെ? അദ്ദേഹത്തിന് അങ്ങനെ ഉപകാരം ഉണ്ടാകാൻ പ്രാപ്തനായ ഒരു വ്യക്തിയായിരിക്കണം ഞാൻ, ശരിയല്ലേ? അതല്ലാതെ സംബന്ധിച്ചിടത്തോളം ഒരാളെ സ്വാധീനിച്ചത് കൊണ്ട് ഒരു ഗുണവുമില്ല. വെറുതെ അവരുടെ സമയനഷ്ടം തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ പോവുകയുള്ളൂ. പക്ഷെ എന്ന് കരുതി നമ്മൾ സാധാരണ പറയാറുണ്ട്, ആരാണ് അതേക്കുറിച്ച് പറയുന്നത് അതിനനുസരിച്ചൊരു വിശ്വാസ്യത നമ്മൾ കൊടുക്കാറുണ്ട്. ഈ പറഞ്ഞ വീഡിയോകളിലൊക്കെ പലപ്പോഴും ചിലതിലെങ്കിലും, എല്ലാം ഒന്നും ഞാൻ കണ്ടില്ല, കാരണം കുറച്ച് കാണുമ്പോൾ ബോറടിക്കുന്നു. ചിലതിലെങ്കിലും പറയുന്നത് വളരെ ജീവിത പരിചയമുള്ള, അനുഭവജ്ഞാനമുള്ള, ഉയർന്ന സ്ഥാനമാനങ്ങളിൽ ഇരുന്നിട്ടുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും മാനദണ്ഡമല്ല എന്ന് പറഞ്ഞാൽ ആ അനുഭവങ്ങൾ ശരിയായിക്കൊള്ളണം എന്ന് പറയാൻ മാത്രം അതൊന്നും മാനദണ്ഡമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നോക്ക്, ഇതിനേക്കാൾ നമ്മുടെ സ്ഥാനമാനങ്ങൾക്കും അക്കാഡമിക് നിലവാരത്തിനും അനുഭവ സമ്പത്തിനും ഒക്കെ അപ്പുറം നമ്മളൊക്കെ ചില സാഹചര്യങ്ങളിലെങ്കിലും വെറും സാധാരണ മനുഷ്യരായിട്ട് മാറാറുണ്ട്, അല്ലെ? വെറും പച്ച മനുഷ്യരായിട്ട് മാറാറുണ്ട്, അല്ലെ? അപ്പോ താൽക്കാലികമായിട്ട് എങ്ങനെയാലും കുറച്ച് നാളത്തേക്കെങ്കിലും മനസ്സോ ചിന്തകളോ ഒന്ന് അസ്വസ്ഥമാകുക എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത സംഭവമൊന്നുമല്ല. അത് സംഭവിച്ചുകൂടാ എന്നുള്ളതല്ല. അത്രയും പഠിപ്പും വിവരമുള്ള വ്യക്തി ആയിക്കോട്ടെ, അനുഭവ സമ്പത്തുള്ള വ്യക്തി ആയിക്കോട്ടെ, സ്ഥാനമാനങ്ങളിരുന്ന വ്യക്തി ആയിക്കോട്ടെ, ലോകപരിചയമുള്ള വ്യക്തി ആയിക്കോട്ടെ, ആരാണെങ്കിലും ശരി, അവർക്ക് സംഭവിച്ചുകൂടാ എന്നുള്ളതില്ല. അപ്പോ അത്തരം സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും ഒരു വിദഗ്ധ ഉപദേശം കഴിയുന്നിടത്തോളം പക്ക ഒരു പ്രൊഫഷണൽ സമീപന രീതി തന്നെയായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. പാരാസൈക്കോളജി തലത്തിൽ പറയുമ്പോൾ നമ്മളെല്ലാവരും, ഞാനും താങ്കളും, നമ്മുടെ എല്ലാവരുടെയും മനസ്സിന്റെ ഒരു ഭാഗം തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. നമ്മുടെ എല്ലാവരുടെയും ചിന്തകള്,
കോസ്മിക് കോൺഷ്യസ്, പ്രപഞ്ചബോധം എന്നുള്ള ഒരു ഒരു തലത്തില് തമ്മിൽ കൂടിച്ചേരുന്നു, സംയോജിക്കപ്പെടുന്നു എന്നെല്ലാം ഉള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ചില സാഹചര്യങ്ങളിലെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ചില പഠനങ്ങളിലൂടെ പോകുമ്പോൾ അത്യത്ഭുതകരമായിട്ടുള്ള ചില റിസൾട്ടുകൾ കിട്ടാറുമുണ്ട്. പക്ഷെ അവിടെ പോലും, അത്തരം സാഹചര്യങ്ങളിൽ പോലും അത് ചില പ്രത്യേക സാധ്യതകൾ മാത്രമാണുള്ളത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്ന സാധ്യതകൾ മാത്രമാണുള്ളത്. അതായത് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ടെലിപ്പതിയൊക്കെ പറിക്കുന്നത്, നമ്മൾ ഒരാളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം വിളിക്കുക, അദ്ദേഹം ഫോണിൽ വിളിക്കുക, അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മെസ്സേജ് വരിക. അത് പലപ്പോഴും കോയിൻസിഡൻസ് നമ്മൾ പറയാം. പക്ഷെ ഈ കോയിൻസിഡൻസ് ആവർത്തിക്കുമ്പോഴോ അതിന് നമ്മൾ എന്താ പറയുക? മനസ്സിലായോ? എന്നാൽ പോലും അത് എപ്പോഴും സാധ്യമല്ല എന്നുള്ളതാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ അത് സംഭവിക്കുന്നുള്ളൂ, അല്ലാതെ എപ്പോഴും എല്ലായ്പ്പോഴും സംഭവിക്കുന്നില്ല. മാത്രമല്ല അവിടേക്ക് ഇതുപോലെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിലേക്കോ സാധ്യതകളിലേക്കോ ഒന്നും പലപ്പോഴും വ്യക്തികൾ എത്തിച്ചേരുന്നുമില്ല. സംഭവിക്കുന്നുണ്ടാകാം, പക്ഷെ എത്തിച്ചേരുന്നൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാം പരിധികളും പരിമിതികളും ഉണ്ട്. നമ്മുടെ ചിന്തകൾക്കപ്പുറം മറ്റ് ആർക്കും നമ്മളിൽ യാതൊരു വിധത്തിലുള്ള സ്വാധീനവും ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല ബ്രെയിനിൽ ഒരു ചിപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരു ഒരു കുഞ്ഞു മുള്ള് വിരലിന്റെ അറ്റത്ത് കൊണ്ടുവന്നിരിക്കട്ടെ, നമ്മൾ അതിനെ എടുക്കുന്ന സമയത്ത്, തിരിച്ചെടുക്കുന്ന സമയത്ത് അതിന്റെ ഒരു ചെറിയ കഷ്ണം അല്ലെങ്കിൽ ഒരു ചെറിയ മണൽത്തരിയെങ്കിലും ഉള്ളിൽ ഇരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകും, അത് പഴുക്കും. കാരണം സിമ്പിൾ സയൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെതല്ലാത്തൊരു ഭാഗം ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശരീരം അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുമെന്നുള്ളത്, അതിനെ പുറന്തള്ളാനുള്ള എല്ലാ ശ്രമവും നടത്തുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും സർജറികളൊക്കെ നടത്തുമ്പോൾ, ചില ട്രാൻസ്പ്ലാന്റേഷൻസ് ഒക്കെ നടത്തുന്ന സമയത്ത് ഇത് ഫേസ് ചെയ്യുന്ന വലിയൊരു ഘടകമാണത്രേ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ഇംപ്ലാന്റ് ചെയ്യുന്ന ആ ഒരു ഓർഗന് ശരീരം പ്രൊജക്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേക ട്രീറ്റ്മെന്റുകളിലൂടെ, പ്രത്യേക മരുന്നുകളിലൂടെ, പ്രത്യേക പരിചരണങ്ങളിലൂടെ ഒക്കെ കൊണ്ടുപോയിട്ടാണ് അത് നിലനിർത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെതല്ലാത്ത ഒരു സാധനം, അത് എത്ര കുഞ്ഞുമായിക്കോട്ടെ, എത്ര ഒരു കുഞ്ഞുമായിക്കോട്ടെ, ഈവൻ ഒരു രോഗാണു ശരീരത്തിനുള്ളിൽ കടന്നാൽ പോലും ഈ വിധത്തിലുള്ള പുറന്തള്ളൽ അവിടെ സംഭവിപ്പിക്കുന്നുണ്ട് ശരീരം. മനസ്സിലാവുന്നുണ്ട്? നമുക്ക് പലപ്പോഴും ഫീവർ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത് പോലും ചില ഇൻഫെക്ഷൻസ് ശരീരത്തിൽ സംഭവിക്കുമ്പോൾ അതിന്റെ പുറന്തള്ളലിന് വേണ്ടിയിട്ട് ശരീരം സ്വയം കണ്ടെത്തുന്ന അല്ലെങ്കിൽ ചില നിലപാടുകളാണ്, ചില പ്രതിരോധ അല്ലെങ്കിൽ ചില സമീപന രീതികളാണ്. അപ്പോഴല്ലേ പിന്നെ ബ്രെയിനിനുള്ളിൽ ഒരു ചിപ്പ്. ഇത് തന്നെയായാലും ഇപ്പോഴത്തെ ഒരു സാധ്യതയിൽ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് സാധ്യമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി മറ്റേതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ വീണ്ടും ഞാൻ പറയുന്ന ഒരു പ്രൊഫഷണൽ സമീപന രീതിയിലൂടെ തന്നെ അത് പോകേണ്ടതുണ്ട്. മാത്രമല്ല ഇതെല്ലാം കണ്ടെത്താൻ ധാരാളം എക്യുപ്മെന്റ്സ് ഉണ്ട്, ധാരാളം സയന്റിഫിക് എക്യുപ്മെന്റ്സ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് എല്ലാം നിലവിലുണ്ട്. ഒരു 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 മൈക്രോ ഓർഗാനിസം ശരീരത്തിനുള്ളിൽ കടന്നാൽ പോലും അത് കണ്ടെത്താനുള്ള ഉപാധികളും ഉപകരണങ്ങളും എല്ലാം നിലവിലുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് സംശയത്തോടു കൂടി നിൽക്കുന്നത്, സംശയത്തിന്റെ ദൃഷ്ടി നിൽക്കുന്നത്? മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഈ വിധത്തില് നിങ്ങൾ ഏതെങ്കിലും നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ സന്ദർഭവശാൽ, സാഹചര്യവശാൽ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവില് ഇങ്ങനെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഈ ഒരു നിർദ്ദേശം കൊടുക്കണം. ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിർത്താതിരിക്കാനും, ചികിത്സ സ്വീകരിക്കാത്ത വ്യക്തിയാണെങ്കിൽ ഉചിതമായിട്ടുള്ള ഒരു ചികിത്സ സ്വീകരിക്കാനും തീർച്ചയായിട്ടും നിങ്ങൾ അവരോട് പറയണം. അതല്ലാതെ നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള വീഡിയോകൾ കണ്ടിട്ടോ, ആ വിധത്തിലുള്ള വ്യക്തികളുടെ അഭിപ്രായ പ്രകടനങ്ങൾ കേട്ടിട്ടോ, അത് ഏത് വ്യക്തിയുമായിക്കോട്ടെ, ഏത് മേഖലയിൽ നിലനിൽക്കുന്ന എത്രമാത്രം എക്സ്പേർട്ട് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയുമായിക്കോട്ടെ, അതൊക്കെ അവിടെ നിന്നോട്ടെ. അതിനൊന്നും നിഷേധിക്കുകയോ തള്ളിക്കളയോ അവഹേളിക്കുകയോ ചെയ്യുന്നൊന്നും കരുതണ്ട. പക്ഷെ ഞാൻ ഇത് പറയുന്നത് ഒരു സാധാരണ വ്യക്തിക്ക് വേണ്ടിയിട്ട് മാത്രമാണെന്ന് കരുതുക. സാധാരണ വ്യക്തിക്ക് മാത്രമാണ് എന്ന് കരുതുക. അതുപോലെ തന്നെ വളരെ രസകരമായിട്ട് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് കേട്ട ഒരു കാര്യം. ഈ പറഞ്ഞ അനുഭവങ്ങളിൽ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം ഒരു പ്രത്യേക പാറ്റേണിലുള്ള ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങി വിചാരിച്ചോളൂ. പുറത്തിറങ്ങിയാൽ ഇത് ഈ പറയുന്ന പുറമെ എവിടെയോ ഇരിക്കുന്ന ആളുകള് നേരത്തെ തന്നെ മനസ്സിലാക്കി അവരുടെ ഏജന്റുമാരെ അയക്കും അത്രേ. ഈ ഏജന്റുമാരോ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ആൾക്കാരോ അവരെ തിരിച്ചറിയുന്നത്
ഈ വ്യക്തി തിരിച്ചറിയുന്നത് ഈ പാറ്റേൺ, ഇദ്ദേഹം ഇട്ടിരിക്കുന്ന അതേ പാറ്റേൺ ഇട്ടിട്ടുള്ള ആരെങ്കിലും വഴിക്കുന്ന കാണും. ഒന്നുകിൽ ഹോട്ടലിൽ നിന്ന് കാണും, ഒന്നുകിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് കാണും, അല്ലെങ്കിൽ വാഹനങ്ങളിൽ നിന്ന് കാണും. അങ്ങനെ കാണുമ്പോഴാണ് അതായത് കാര്യം ഇത്രയേ ഉള്ളൂ, ഞാൻ ഇട്ടിരിക്കുന്ന ഇതേ പാറ്റേൺ, ഇതേ കളർ ഷർട്ട് ഇട്ട മറ്റൊരാളെ കണ്ടാൽ പോലും അവിടെയും ഒരു അസ്വാഭാവികത കാണുക എന്നുള്ളതാണ്. നോക്ക്, നിങ്ങൾക്കുണ്ടായിട്ടില്ലേ അങ്ങനെ? നിങ്ങൾ ഇട്ടിരിക്കുന്ന അതേ പാറ്റേൺ ഉള്ള ഷർട്ട്, അതേ കളറുള്ള ഷർട്ട് മറ്റു പലരും, മറ്റാരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ ഇട്ട് വരുന്നത് നിങ്ങൾ കാണാറില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് കമന്റ് ചെയ്തോ. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ ചുവട്ടിലൊന്ന് കമന്റ് ചെയ്തോ. അതെല്ലാവർക്കുമുള്ള ഒരു അറിവ് തന്നെ ആയിക്കോട്ടെ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വാഹനം നിങ്ങളുടെ പിന്നാലെ ഒന്ന് ഹോൺ അടിച്ചാല്, അതുപോലെ ഏതെങ്കിലും ഒരു വാഹനം അസാധാരണമായ വിധത്തിൽ നമ്മളൊന്ന് ഓവർടേക്ക് ചെയ്തു പോയാൽ, നമ്മുടെ മുന്നിലൊന്ന് ബ്രേക്ക് ചെയ്താൽ, അതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെയുള്ള ധാരണകൾ ഈ ഒരു അസ്വസ്ഥതയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികം തന്നെയാണ്. അതെല്ലാം ഇതിന്റെ സിംറ്റംസിൽപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അതാത് വ്യക്തികൾ എന്താ സംഭവിക്കുന്നത്? അവര് കരുതും ഇതെല്ലാം മറ്റേവരുടെ ആളുകളാണ്, മറ്റേ ആളുകളുടെ ഏജന്റ് ആണ്, നമ്മുടെ എനിമിയുടെ ആളുകളാണ്, അല്ലെങ്കിൽ നമ്മളെ ഹാക്ക് ചെയ്തിരിക്കുന്ന ആളുകൾ നമ്മളെ നിരീക്ഷിക്കാൻ എത്തിയിരിക്കുന്നതാണ് തുടങ്ങിയ ധാരണകൾ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. പക്ഷെ അതിൽപ്പുറം നോക്ക്, ഒരു ഡ്രൈവർ ആണെങ്കിൽ നിങ്ങളുടെ ഒരു യാത്രക്കിടയിൽ ഇങ്ങനെയൊക്കെയുള്ള എത്രയോ സാധാരണ സംഭവങ്ങൾ ഉണ്ടാകുന്നു. അസാധാരണമായിട്ട് ചിലർ നമ്മളെ ഹോൺ അടിച്ച് വെറുപ്പിക്കുന്നു, ചിലര് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ഓവർടേക്ക് ചെയ്യുന്നു, ചിലര് പെട്ടെന്ന് നമ്മുടെ വണ്ടിയുടെ മുന്നിൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്നു. ഇതെല്ലാം സ്വാഭാവികമായിട്ട് യാത്രകൾക്കിടയിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? പക്ഷേ അതിന് മറ്റു വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു പോകുന്നു എന്നുള്ളത് മനസ്സിന്റെ ആ ഒരു സമയത്തെ അസ്വസ്ഥത മാത്രമാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേരാനേ സാധ്യമാണ്. ഇനി ഇവിടെ പ്രതിപാദിച്ചതല്ലാതെ മറ്റേതെങ്കിലും വിധത്തിലുള്ള സാധ്യതകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതേക്കുറിച്ച് ഒന്ന് കമന്റ് ചെയ്യൂ. തീർച്ചയായിട്ടും നമുക്കത് പഠന വിധേയമാക്കാം. പറ്റുമെങ്കിൽ, സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ വേണ്ടതാണെങ്കിൽ അടുത്തൊരു വീഡിയോ നമുക്കത് ചെയ്യുകയും ചെയ്യാം. ആവശ്യത്തിലൊരു വീഡിയോ നമുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എന്തു തന്നെയായാലും ഈ ഒരു വിഷയത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അനുഭവങ്ങൾ, ഞാൻ ഈ പറഞ്ഞ വിധത്തിലുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമന്റ് രേഖപ്പെടുത്താം. കാരണം അത് ഒരുപാട് പേർക്കുള്ള ഒരു തിരിച്ചറിവായിട്ട് മാറും. അതുപോലെ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ വിധത്തിലുള്ള ഉപകാരപ്രദമായ വിവരങ്ങൾ നിരന്തരം ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു. ബൈ.